പരിശുദ്ധ പരമദിവ്യകാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് സെപ്റ്റംബർ മാസം 4-ാം തീയതി വ്യാഴാഴ്ച. പുതിയ പ്രഭാതം നൽകിയ നല്ല തമ്പുരാന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസം നമുക്ക് ആരംഭിക്കാം. കർത്താവേ, ഇന്ന് മുഴുവനും അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. ഞങ്ങളെല്ലാ പ്രവർത്തന മേഖലകളിലും അവിടുത്തെ സാന്നിധ്യം നൽകി സംരക്ഷണം നൽകി കാത്തുകൊള്ളണമേ. ഇന്ന് 8 നോമ്പിൻ്റെ 4-ാം ദിവസം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. മത്തായി സുവിശേഷം 12-ാം അധ്യായം 50-ാം വചനം ഇന്ന് ധ്യാനിക്കാം. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. വചനപ്രഘോഷണ വേദിയിലേക്ക് ഈശോയെ കാണാനായി അമ്മ വന്നിരിക്കുന്നു എന്ന് പറയുന്നവരോടുള്ള ഈശോയുടെ മറുപടിയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. കർത്താവിൻ്റെ കൂടപ്പിറപ്പാകാനും ചങ്കോട് ചേർന്ന് നിൽക്കാനുമുള്ള വഴി പറഞ്ഞു തരികയാണ് ഇന്നത്തെ വചനം. കർത്താവിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ സംഭവത്തെയും അവിടുന്ന് പിതാവിൻ്റെ ഹിതം പഠിപ്പിക്കാനുള്ള അവസരങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഓരോ ദിവസവും ദൈവീക രഹസ്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കാനുള്ള അവസരങ്ങൾ അവിടുന്ന് നമ്മുടെ മുമ്പിൽ ഒരുക്കുന്നുണ്ട് ഓരോരോ സംഭവങ്ങളിലൂടെ. കർത്താവെ, ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഓരോ സാഹചര്യത്തെയും അങ്ങയെക്കുറിച്ച് പങ്കുവയ്ക്കാനുള്ള അവസരങ്ങളാക്കി മാറ്റി അങ്ങയുടെ ചങ്കോട് ചേർന്ന് നിൽക്കാൻ ഞങ്ങളെ അങ്ങ് പഠിപ്പിക്കണമേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.